പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കളെ, സഹോദരന്മാരെ, SFI ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. SFIയുടെ രൂപീകരണം തൊട്ട് രാജ്യത്തിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങളിലടക്കം അതിഗൗരവമായി സംഘടനയ്ക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതീവ പ്രാധാന്യമുള്ള ഒരു സന്ദർഭമായി മാറിയിരിക്കുന്നു. അപ്പോൾ SFIക്ക് നേരത്തെ നിർവഹിച്ചതുപോലെ തന്നെ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടി വരികയാണ്. ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായി കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസ രംഗമാകെ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ചരിത്രം തിരുത്തി എഴുതുന്നു. അതിൻ്റെ ഭാഗമായുള്ള പാഠങ്ങൾ തിരുത്തുന്ന നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തുമാറുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പരസ്യമായി തന്നെ ഭരണഘടനയ്ക്ക് എതിരെ രംഗത്ത് വരുന്നു. മതനിരപേക്ഷതയെ തള്ളിപ്പറയുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഭരണഘടനയിലെ ആപ്തവാക്യങ്ങൾ തിരുത്തണം എന്ന് പരസ്യമായി ആവശ്യപ്പെടുന്നു. അതിനോടൊപ്പം രാജ്യത്തിൻ്റെ പൊതുവായ സ്വഭാവം മാറ്റിമറിക്കുന്നു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിരുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ആദ്യ ഗവൺമെൻറ് തൊട്ട് സാമ്രാജ്യത്വ വിരുദ്ധ സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. രാജ്യം നമ്മുടെ രാജ്യം ചേരിചേരാ നയമാണ് അംഗീകരിച്ചതെങ്കിലും ആ ചേരിചേരാ നയത്തിൻ്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. ആ കാലം ലോകം ഇന്ത്യയെ ശ്രദ്ധിക്കുമായിരുന്നു. മൂന്നാം ലോക രാഷ്ട്രങ്ങളും പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളും ഇന്ത്യയെ ആദരവോടെയാണ് കണ്ടിരുന്നത്. അതിനിടയാക്കിയത് നമ്മുടെ ആയുധബലമോ
നമ്മുടെ സാമ്പത്തിക ശക്തിയോ ആയിരുന്നില്ല, നമ്മുടെ നയമായിരുന്നു അതിന് കാരണം. സാമ്രാജ്യത്വ വിരുദ്ധ നയം. പക്ഷേ അതെല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുന്നു. ഇവിടെ വിദ്യാർത്ഥികളെന്ന നിലക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ തുടക്കം കുറിച്ചതല്ല ഈ നയമാറ്റം. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി. രാജ്യത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. എല്ലാ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ രാജ്യത്താകെയും കോൺഗ്രസിൻ്റെ ഭരണമാണ് നിലനിന്നിരുന്നത്. കോൺഗ്രസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നയമായി സ്വീകരിച്ചത് സാമ്രാജ്യത്വ വിരുദ്ധ നയമായിരുന്നു. കാലം മാറുന്നു. കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ മാറ്റങ്ങൾ വരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ സമീപനത്തിൽ വെള്ളം ചേർക്കുന്ന നിലവിരുന്നു. സാമ്രാജ്യത്വ ശക്തികളെ, പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തെ പ്രീണിപ്പിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് മാറുന്നു. അന്ന് ആദ്യകാലത്ത് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് പാസ്പോർട്ട് അനുവദിക്കുമ്പോൾ ആ പാസ്പോർട്ടിൽ ഇസ്രയേലിൽ പോകാൻ അനുമതി നിഷേധിച്ചിരുന്നു. ഇസ്രയേലുമായി നമുക്ക് നയതന്ത്ര ബന്ധമേ ഉണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രമെന്ന നിലക്ക് ഇസ്രയേലിനെ നാം അംഗീകരിച്ചിരുന്നില്ല. നാം പാലസ്തീനെയായിരുന്നു അംഗീകരിച്ചത്. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഐക്യദാർഢ്യ റാലിയെ അഭിസംബോധന ചെയ്യുമ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ തൊട്ടടുത്ത് പാലസ്തീൻ നേതാവ് യാസർ അറാഫത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത്ര അടുത്ത ബന്ധം പാലസ്തീനുമായി നമുക്കുണ്ടായിരുന്നു. ഈ നയം മാറ്റിയതും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിൻ്റെ ഭരണതലത്തിൽ മാറ്റങ്ങൾ വന്നപ്പോൾ, നേതൃതലത്തിൽ മാറ്റങ്ങൾ വന്നപ്പോൾ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രയേലിനോടുള്ള സമീപനം മാറ്റി. ഇവിടെ കോൺഗ്രസ് അന്ന് സ്വീകരിച്ച നയസമീപനത്തോട് പൂർണ്ണ യോജിപ്പുള്ളവരാണ് BJP എന്ന പാർട്ടി. കാലം മാറുന്നു. BJP രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. BJP എന്നത് സാധാരണ നിലക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. രാഷ്ട്രീയ പാർട്ടികൾ
എപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വമാണ് തെറ്റായാലും ശരിയായാലും ആ പാർട്ടിയുടെ നയത്തിന് രൂപം കൊടുക്കുന്നത്. എന്നാൽ BJP-യെക്കുറിച്ച് അങ്ങനെ പറയാനാവില്ല. BJP എന്നത് RSSന്റെ നേതൃത്വം അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. RSSന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. അത്തരമൊരു രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ RSSന്റെ നയസമീപനങ്ങളാണ് സ്വാഭാവികമായും പിന്തുടരുക. ഇസ്രയേലിലെ സയോണിസ്റ്റുകളും ഇവിടുത്തെ RSSും ഇരട്ടപെറ്റ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനോട് അവർക്ക് വലിയ മമതയാണ്. സയോണിസ്റ്റുകൾ നടത്തുന്ന എല്ലാ ഭീകരപ്രവർത്തനങ്ങളോടും ഒപ്പമാണ് RSS. എന്താണ് RSSന്റെ പ്രത്യേകത? ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ല. അതിൻ്റെ സംഘടനാ രൂപം മുസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാ രൂപമാണ്. അതിൻ്റെ ആശയം ഹിറ്റ്ലറുടെ നാസിസത്തിൻ്റേതാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോഴും RSS അംഗീകരിക്കുന്ന അവരുടെ ഗുരുജി, അവരുടെ താത്വിക ഗ്രന്ഥമായി കണക്കാക്കുന്ന വിചാരധാരയിൽ കൃത്യമായി എഴുതി വച്ചത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ 3 പേര്. ഒന്ന് ക്രൈസ്തവർ, 2 മുസ്ലിം, 3 കമ്മ്യൂണിസ്റ്റുകാർ. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ RSS പറയുന്ന ഭാരതത്തിൻ്റെ ഏതെങ്കിലും പൈതൃകത്തിൽ നിന്ന് കിട്ടിയതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ വേദേതിഹാസങ്ങളിലൊന്നും പറയുന്നതല്ല. ഈ ആശയം ഭാരതത്തിൻ്റേതല്ല. ആ ആശയം ഹിറ്റ്ലറുടേതാണ്. ഹിറ്റ്ലർ ജർമ്മനിയിലെ ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ആഭ്യന്തര ശത്രുക്കൾ കൃത്യമായി ഹിറ്റ്ലർ രേഖപ്പെടുത്തി. അവിടുത്തെ ജൂതരും ബോൾഷെവിക്കുകളും. ഇവിടെ നാം കാണേണ്ടത് ഹിറ്റ്ലർ പറഞ്ഞത് ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമെന്നാണ്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാന ന്യൂനപക്ഷത്തിൻ്റെ പേര് പറഞ്ഞു. ഇവിടെ RSS അത് അംഗീകരിച്ചുകൊണ്ട്
അതേ നയം, അതേ പേര് ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗങ്ങളുടെ പേര് പറഞ്ഞു. എല്ലാ ന്യൂനപക്ഷങ്ങളോടും ഒരേ സമീപനം. ജർമ്മനിയിൽ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ബോൾഷേവിക്കുകൾ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ബോൾഷേവിക് എന്ന് ഹിറ്റ്ലർ പറഞ്ഞത്. ഇവിടെ കൃത്യമായി കമ്മ്യൂണിസ്റ്റുകാരെന്ന് തന്നെ പറഞ്ഞു. ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചും കൃത്യമായി തന്നെ രേഖപ്പെടുത്തി. രേഖപ്പെടുത്തൽ മാത്രമല്ല, ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കുന്ന നടപടികളിലേക്ക് കടന്നു. അതിൻ്റെ ഭാഗമായി ലോകമാകെ അപലപിച്ച കൂട്ടക്കൊല, ഒരു രീതിയിലും മനുഷ്യരാശിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ക്രൂരത ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടപ്പാക്കി. ലോകത്ത് ഒരു കൂട്ടരും അതിനെ അംഗീകരിച്ചില്ല. പക്ഷേ RSS അംഗീകരിച്ചു. RSS കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു രാജ്യത്തിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യം എങ്ങനെ പരിഹരിക്കുമെന്നതിനെക്കുറിച്ച് ജർമ്മനി കാണിച്ച മാതൃക അനുകരണീയമാണ്. നമുക്കത് അനുകരിക്കാവുന്നതാണ്. ഇതാണ് RSS. അവരെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കോൺഗ്രസ് തുടങ്ങി വെച്ചത് BJPക്ക് അധികാരം കിട്ടിയപ്പോൾ കൂടുതൽ വീറോടെ നടപ്പാക്കുന്ന നില സ്വീകരിച്ചു. ഇന്ന് നമ്മുടെ രാജ്യത്തെ ലോകം നേരത്തെ കണ്ട ആദരവോടെയല്ല കാണുന്നത്. നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. പലസ്തീന് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ലോകത്തിലെ മഹാഭൂരിഭാഗം രാഷ്ട്രങ്ങളും ചേർന്ന് അപലപിച്ചു. അമേരിക്ക അതിനെ എതിർക്കാനുണ്ടായി. നമ്മുടെ രാജ്യത്തിന് ലോകത്തിലെ ഭൂരിഭാഗം രാഷ്ട്രങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. ഇസ്രയേലിനെ അപലപിക്കുന്ന കൂട്ടത്തിൽ നിൽക്കാൻ പറ്റിയില്ല. അമേരിക്കയുടെ സമ്മർദ്ദം അതിന് വഴങ്ങി നിലപാടെടുത്തു. ഇസ്രയേലിന്റെ ആക്രമണത്തെ പരസ്യമായി അംഗീകരിക്കുകയും ഇസ്രയേലിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറി. പലസ്തീന് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇറാന് നേരെ അഴിച്ചുവിട്ട ആക്രമണം സാധാരണ നിലക്ക് രാഷ്ട്രങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ഇറാന് നേരെ അഴിച്ചുവിട്ട ആക്രമണം, ആ ആക്രമണത്തെ
നേരിയ തോതിൽ അപലപിക്കാൻ പോലും നമ്മുടെ രാജ്യത്തിനായില്ല. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്കൻ പക്ഷപാതിത്വ നിലപാട് അമേരിക്കയെ പ്രീണിപ്പിക്കാൻ ഇസ്രയേലിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ തയ്യാറാകാത്ത ഒരു രാഷ്ട്രമായി നമ്മുടെ രാഷ്ട്രം മാറി. ഇത് രാജ്യത്ത് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗമാകെ മാറ്റിമറിക്കാനാണ് ശ്രമം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രാജ്യത്തിൻ്റെ വ്യത്യസ്ത ധാരകൾ ഒഴുകിയെത്തിയ ഒരു മഹാപ്രസ്ഥാനമായിരുന്നു. ജാതി മതഭേദ ചിന്തകളില്ലാതെ എല്ലാവരും ഒന്നിച്ചണിനിരന്ന ഒരു മഹാപ്രസ്ഥാനം. സാമ്രാജ്യത്വം ഇന്ത്യ വിടുക, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം. എന്നാൽ 1925 രൂപം കൊണ്ട 1925 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം വലിയ ശക്തിയോടെ ഉയർന്നു വന്ന കാലമാണ്. RSSന് ഈ ധാരയിൽ അലിഞ്ഞു ചേരാൻ കഴിഞ്ഞില്ല. അവർ വേറിട്ടു നിന്നു. ദേശീയ പ്രസ്ഥാനത്തിനൊരു പങ്കും വഹിച്ചില്ല. ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കുവഹിച്ചില്ല എന്ന് മാത്രമല്ല, അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനേകം നേതാക്കളെ, പ്രവർത്തകരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അന്തമാൻ ജയിലിലേക്ക് നാടുകടത്തിയിരുന്നു. പീഡനത്തിൻ്റെ ഭാഗമായിരുന്നു അത്. അങ്ങനെ നാടുകടത്തപ്പെട്ടവർ, അന്തമാൻ വാസം അനുഭവിക്കേണ്ടി വന്നവർ, ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നവർ, അതിൻ്റെ ഭാഗമായി അവിടെ കഴിയുക തന്നെയായിരുന്നു. ഒരു പേര് നമ്മുടെ രാജ്യത്ത് എല്ലാവരും അന്നേ ശ്രദ്ധിച്ചതാണ്. അവിടെ എത്തിപ്പെട്ട സവർക്കർ. അദ്ദേഹം ജയിലിൽ കഴിയുന്നില്ല, ജയിൽ മോചിതനാകുന്നു. എങ്ങനെ? ജയിലിലെത്തപ്പെട്ടാൽ ഭരണകൂടം ചെലുത്തുന്ന സമ്മർദ്ദങ്ങളുണ്ട്. ആ ഭരണകൂട സമ്മർദ്ദത്തിന് വഴങ്ങി പലരും, ചിലര് ജയിൽവാസം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിന് കീഴടങ്ങാറുണ്ട്, മാപ്പെഴുതി കൊടുക്കാറുണ്ട്. ഇനി അങ്ങോട്ട് ഭരണത്തിൻ്റെ സേവകരായി, പാദസേവകനായി നിന്നുകൊള്ളാം എന്ന പ്രതിജ്ഞ എടുക്കാറുണ്ട്. ആ ഗണത്തിൽ സവർക്കർ അവിടുന്ന് പുറത്താകുന്നു. അത്തരം ആളുകളെ വീരത്വം നൽകി ആരും ബഹുമാനിക്കാറില്ല. അത്തരം ആളുകളെയാണ് വഞ്ചകരെന്ന് വിളിക്കാറുള്ളത്.
സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച നിലയാണ് സവർക്കറുടെ ഭാഗത്തുണ്ടായത്. ഇതാണ് ചരിത്രം. ആ ചരിത്രം അതേപോലെ രേഖപ്പെടുത്തിയാൽ ഇന്ന് രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്ന BJPക്ക് ക്ഷീണമാണ്. കാരണം അവർക്കൊരു പങ്കുമില്ല. ഉള്ള പങ്കെല്ലാം എതിരായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ചരിത്രം തിരുത്തണം. സവർക്കർക്ക് വീരത്വം സമ്മാനിക്കുന്നു. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കൃത്യമായ തിരുത്തലുകൾ വരുത്തുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശരിയായ ചിത്രം അവതരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. മഹാത്മാഗാന്ധിയെപ്പോലും മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഗോഡ്സെയെ മഹത്വവൽക്കരിക്കാൻ നോക്കുന്നു. ചരിത്രഭാഗങ്ങൾ വലിയ തോതിൽ തിരുത്തപ്പെടുന്നു. അത്തരമൊരു ഘട്ടത്തിൽ SFI പോലുള്ള സംഘടനയ്ക്ക് വലിയ ഉത്തരവാദിത്വങ്ങളാണ് നിർവഹിക്കാനുള്ളത് എന്ന് നാം കാണണം. നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന ഒട്ടേറെ ജനവിരുദ്ധമായ കാര്യങ്ങൾ, കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ, അതിനെ SFI രാജ്യവ്യാപകമായി തന്നെ ചോദ്യം ചെയ്യുന്നു. ആ നിലയാണ് കേരളത്തിൽ LDF സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായി ഇന്ത്യ ഗവൺമെൻറ് തുടരുന്ന ശരിയല്ലാത്ത നയത്തിനെതിരെ ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ, കാവ്യവൽക്കരണ നയത്തിന് അനുസൃതമായ നയമല്ല കേരളം നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പാഠപുസ്തകങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്തരമൊരു തിരുത്തൽ വരുത്താൻ തയ്യാറല്ല എന്ന് കേരള സർക്കാർ പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ അത് പ്രത്യേകമായി തന്നെ ഉൾപ്പെടുത്താനും കേരളം തയ്യാറായി. ഇതിൻ്റെയെല്ലാം പക തീർക്കാനുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. രാജ്യത്താകെ PM-ശ്രീ പദ്ധതിയിലൂടെ ചില സ്കൂളുകൾ ഏറ്റെടുക്കുന്ന നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷൻ പ്രവർത്തനത്തിലൂടെ 2016 മുതൽ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സ്കൂളുകളാകെ ശാക്തീകരിച്ചിരിക്കുകയാണ്. 5000 കോടി രൂപയാണ് അതിനായി കേരളത്തിൽ ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായി 45,000 ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസുകളാണ്. വലിയ മാറ്റങ്ങൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്നു. 2016 മുൻപുള്ള അവസ്ഥ 5 ലക്ഷം കുട്ടികൾ
പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയതായിരുന്നു. ഈ മാറ്റം പശ്ചാത്തല സൗകര്യത്തിൻ്റെ മാറ്റം മാത്രമല്ല, അക്കാദമിക് മികവ് ഒത്തുചേർന്നപ്പോൾ നമ്മുടെ കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നോട്ട് പോയി. 5 ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 15 ലക്ഷം കുട്ടികൾ പുതുതായി വന്നു ചേരുന്ന അവസ്ഥ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിൻ്റെ തലങ്ങളിലേക്ക് ഉയരുന്നു. ഇന്ന് രാജ്യത്തെ നേരത്തെയുള്ള അവസ്ഥ 2016 മുൻപ് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പട്ടികപ്പെടുത്തിയാൽ ആദ്യത്തെ 100-ൽ കേരളത്തിൽ നിന്നൊരു സ്ഥാപനവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴോ പൊതു യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 12-ൽ 3 കേരളത്തിൽ നിന്നാണ്. 9-ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10-ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11-ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ാം സ്ഥാനത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എങ്ങനെ വിദ്യാഭ്യാസ രംഗം മാറുന്നു എന്നതിൻ്റെ തെളിവാണിത്. മാത്രമല്ല, ആദ്യത്തെ 100 കോളേജുകൾ എടുത്താൽ 16 കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ മാറുന്നു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികവ് വർദ്ധിക്കുന്നു, അക്കാദമിക് മികവ് വർദ്ധിക്കുന്നു. അതിൻ്റെ ഭാഗമായി വിദേശത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വലിയ തോതിൽ പെരുകുന്നു ഇവിടെ പഠിക്കാൻ. ഇതിനെയെല്ലാം ഈ രീതിയിൽ ഉയർത്താൻ കഴിഞ്ഞത് ബദൽ നയം നടപ്പാക്കിയതിൻ്റെ ഭാഗമായാണ്. നമ്മുടെ രാജ്യത്തിന് ആപത്തുണ്ടാക്കുന്ന, രാജ്യത്തിന് നാശം വിതക്കുന്ന, ഭാവി തലമുറക്ക് തെറ്റായ വിവരങ്ങൾ കൈമാറുന്ന പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാനാവില്ല. അതേ നിലപാടാണ് SFI സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. പുതിയ കാലം, പുതിയ ഒട്ടേറെ ചുമതലകളാണ് SFIയെ ഏൽപ്പിക്കുന്നത്. അത് ഭംഗിയായി നിറവേറ്റാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം എല്ലാ കാലത്തും SFI തുറന്നു വരുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ സംരക്ഷണം, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കൽ എല്ലാ ഘട്ടത്തിലും SFI സ്വീകരിക്കുന്നതാണ്. ജനാധിപത്യം സംരക്ഷിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ SFI സംഘടിപ്പിക്കുന്നതാണ്. ഈ പ്രവർത്തനത്തിനിടയ്ക്ക് ഒട്ടേറെ സഖാക്കളുടെ രക്തസാക്ഷിത്വം അനുഭവിക്കേണ്ടി വന്ന പ്രസ്ഥാനമാണ് SFI. നിരവധി സഖാക്കൾ ഇവിടെ പറഞ്ഞു. ധീരജിൻ്റെ അച്ഛനും അമ്മയും സ്റ്റേജിൽ ഇരിക്കുന്നത്, അനേകം സഖാക്കൾ, അവരെല്ലാം SFIയുടെ പതാകയേന്തി SFIക്ക് വേണ്ടി SFIയുടെ ആശയം മുന്നോട്ട് വെച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി
കൊലക്കത്തിക്കിരയായവരാണ്. SFI തളർന്നിട്ടില്ല, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ കാലത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് SFIക്ക് കുതിക്കാനാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. പ്രിയപ്പെട്ട സഖാക്കളെ, SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒഫീഷ്യൽ തീം സോങ് നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ ആവേശത്തിലാഴ്ത്തുന്ന ഒഫീഷ്യൽ തീം സോങ് തയ്യാറാക്കിയത്, അത് കമ്പോസ് ചെയ്തത്, പാടിയത് അതിനു മുമ്പായി SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ ഭാഗമായി SFIയുടെ മുഖമാസികയായ സ്റ്റുഡൻറ് സ്ട്രഗിൾ അതൊരു പ്രത്യേക സപ്ലിമെൻ്റ് തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി SFIയുടെ ജനറൽ സെക്രട്ടറി അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകി പ്രകാശനം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ തീം സോങ് തയ്യാറാക്കിയതും അതോടൊപ്പം തന്നെ അതിൽ പാടിയതും പ്രിയപ്പെട്ട അതുൽ നറുകരയാണ്. ബഹുമാനപ്പെട്ട അതുൽ നറുകരയ്ക്ക് ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ അവസരത്തിൽ ഒരു ഉപഹാരം നൽകുന്നതാണ്. അടുത്തതായി SFIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ CPM ജനറൽ സെക്രട്ടറിയുമായിരുന്ന സഖാവ് സീതാറാം യെച്ചൂരിയുടെ തടിയിൽ തയ്യാറാക്കിയ ഒരു ശില്പം SFIയുടെ മുൻ പ്രവർത്തകനും തെലങ്കാനയിലെ പ്രവർത്തകനായിട്ടുള്ള ശ്രീകാന്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു ഉപഹാരം നൽകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകുന്നതിന് വേണ്ടി ശ്രീകാന്തിനെ ക്ഷണിച്ചോളുന്നു. സ്വാഗത സംഘത്തിൻ്റെ ഒരു ഉപഹാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകുന്നതിന് വേണ്ടി സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനായിരിക്കുന്ന സഖാവ് PA മുഹമ്മദ് റിയാസ്, അതോടൊപ്പം സ്വാഗത സംഘത്തിൻ്റെ ട്രഷറർ സഖാവ് M മെഹബൂബിനെയും അതോടൊപ്പം തന്നെ SFIയുടെ സംസ്ഥാന ഭാരവാഹികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി SFIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന സഖാവ് R അരുൺകുമാറിനെ വളരെ ആവേശത്തോടു കൂടി തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. Comrades and friends,